വിധി ദിനത്തിൽ നാട്ടിലുള്ളവർ പോളിംഗ് ബൂത്തിലേക്ക് പുറപ്പെട്ട അതേസമയം പ്രവാസികളും യാത്ര തുടങ്ങിയിരുന്നു. പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിര രൂപപ്പെട്ട സമയത്ത് ഷെയ്ഖ് സായിദ് റോഡിലും വാഹനങ്ങളുടെ നീണ്ട നിര. ട്രാഫിക് ജാം തീർത്ത പ്രതിസന്ധികൾ താണ്ടി ഓഫീസിലെ പഞ്ചിങ് മെഷീനിൽ വിരലമർത്തിയപ്പോൾ നാട്ടിലെ വോട്ടിംഗ് മെഷീനിന്റെ അതേ ബീപ് ശബ്ദം. നല്ലൊരു ശതമാനം പ്രവാസികൾക്ക് ഈ ശബ്ദം കേൾക്കാൻ പോലും അവസരമില്ല. ജോലി തിരക്കിനിടയിൽ ടിവിയിലേക്കും വെബ്സൈറ്റിലേക്കും ഒരു പാളിനോട്ടം. പോളിംഗ് ശതമാനത്തിന്റെ അവലോകനം. മൂന്ന് മുന്നണികളും നല്ല ഒരു ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ്. മിക്കവാറും നമുക്കൊരു പ്രതീക്ഷ തന്നെയാണ്. എന്തെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളെ കാസർഗോട്ടുകാർക്ക് നല്ല ചേലാവും UDF വന്നെങ്കിൽ. സുധാകരനാണ് ഭരിക്കുന്നുണ്ടത്. സുധാകരൻ വന്നെങ്കിൽ നല്ല കട്ടക്കാവും ഞങ്ങളുടെ നാട്ടിൽ. ഇപ്പോൾ LDF വന്ന് ഭരിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെന്ത് പുരോഗമനമൊന്നുമില്ല. UDF വന്നെങ്കിൽ സുധാകരൻ കോൺഗ്രസ് ഉസ്സാറാവും, ലീഗലിലും നല്ല ചേൽക്ക് വരും, നല്ല പാങ്ങാവും. വോട്ടിംഗ് ശതമാനം കൂടിയത് കൂടുതലായിട്ട് CPM തന്നെയാണ് ഗുണം ചെയ്യുക. ഇപ്രാവശ്യം എന്ത് തന്നെയായാലും CPM ഭരണത്തിൽ വരുന്നതാണ്. കൂടാതെ എൻ്റെ മണ്ഡലമായ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ശൈല ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അക്കരെ നിന്ന് പ്രവാസികൾ നടത്തുന്ന വോട്ടിംഗ് അനുമാനത്തിന്റെ നെല്ലും പതിരും 19-ന് തിരിച്ചറിയാം. ക്യാമറ പേഴ്സൺ ബിനോസ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.